ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസം എന്താണ് എന്നാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും അദൃശ്യ കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. സത്യവേദ പുസ്തകം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അങ്ങനെ ഒരു വ്യത്യാസം കണ്ടുകൊണ്ട് ഞാൻ POC ബൈബിളിലൂടെ നോക്കി, അതിനകത്ത് എഴുതിയിരിക്കുന്നത്, വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണാത്തവയുണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ ഇതിനകത്ത് അവിടെ എല്ലാം പറഞ്ഞു വന്നേക്കുന്ന ആശ, പ്രത്യാശ, രണ്ട് വാക്കുകളാണ്. ഞാൻ നോക്കുമ്പോൾ ആശയ്ക്ക് നിരാശകളുണ്ടാവും. ഒരുത്തൻ വിശ്വസിക്കുക, ഒരുത്തൻ ആശ്വസിക്കുക, ആശിക്കുക, ഞാൻ ഇന്നതൊക്കെ അങ്ങ് ആകും എന്ന് ആശിച്ചാൽ, ഞാൻ ഇന്നതൊക്കെ നേടും, വാങ്ങും, ഉപയോഗിക്കും എന്നൊക്കെ ആശിച്ചാൽ ആ ആശയെല്ലാം നടക്കണമെന്നില്ല. അപ്പം സ്വാഭാവികമായും വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പല്ല, പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പാണ്. വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്തവയുണ്ട്. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറം വെളിച്ചത്തിൻ്റെ ലോകമുണ്ട്, അതിൻ്റെ അധിപന്മാരുണ്ട്. ഇരുട്ടിൻ്റെ ലോകമുണ്ട്, അതിൻ്റെ അധിപന്മാരുണ്ട്. മരണശേഷം ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതെല്ലാം ദൈവവചനം പഠിപ്പിക്കുന്നു. അവിടെ ആശിക്കുന്നതിൻ്റെ ഉറപ്പല്ല, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസമെന്ന് അവിടെ എഴുതി വച്ചേക്കുന്നത്. രണ്ട് കാര്യമാണ് പറയുന്നത്. പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം. ഈ വിശ്വാസം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഉറപ്പെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഉറപ്പ്. പ്രത്യാശിക്കുന്നവ ലഭിക്കും, കാണാത്ത കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ഇങ്ങനെയുള്ള ഒരു ഉള്ളുറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. റോമാലേഖനം 5:5 പറയുന്നു, പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കുന്നില്ല. അപ്പം വിശ്വാസം എന്താ? നിരാശ ഉളവാക്കാത്ത, ലജ്ജിതരാക്കാത്ത, ഭംഗം വരുത്താത്ത, നിരാശരാക്കാത്ത കാര്യങ്ങൾ. അത് പ്രത്യാശയുമായിട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം ആശയ്ക്കകത്തുള്ളതാണ്. ആശിച്ചാൽ ചിലപ്പോൾ നിരാശയുണ്ടാകും, ആശിച്ചാൽ ചിലപ്പോൾ ലജ്ജയുണ്ടാകും, ആശിച്ചാൽ ചിലപ്പോൾ ഭംഗം ഉണ്ടാകും, ആശിച്ചാൽ ചിലപ്പം നിരാശ വരും. എന്നാൽ പ്രത്യാശിക്കുന്നതിനകത്ത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കുന്നില്ലെന്ന് റോമർ 5:5 പറയുന്നു. അപ്പോൾ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്, അതിനെക്കുറിച്ചുള്ള ഉറപ്പാണ് വിശ്വാസം. വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യങ്ങൾ ആണ് പ്രത്യാശയ്ക്കകത്തുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളുറപ്പ്? ഈ കാണുന്ന ലോകത്തിനകത്ത്, ഈ ദൃശ്യമായ ലോകത്തിനകത്ത് വെളിച്ചത്തിൻ്റെ ലോകമുണ്ട്, വെളിച്ചത്തിൻ്റെ ഭരണാധികാരികളുണ്ട്. അതിൻ്റെ തലവൻ പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവമാണ്. അവിടെ ഗബ്രിയേലും മിഖായേലും ഉൾപ്പെടെയുള്ള ദൂതന്മാരുണ്ട്. അവരുടെ കീഴിൽ ധാരാളം ദൂതന്മാരുണ്ട്. കെരൂബുകളുണ്ട്, സറാഫുകളുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ ദൂതനായിരുന്നവൻ ഇരുട്ടിൻ്റെ അധിപനായ ലൂസിഫറും അവൻ്റെ കയ്യിലുള്ള സംവിധാനങ്ങളും അവൻ്റെ കിങ്കരന്മാരും ഉണ്ട്. ഇനി ഇത് രണ്ടും പരസ്പരം ചേരുന്ന സംവിധാനങ്ങളല്ല. ഇനി മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. യേശു ക്രിസ്തുവിൽ എനിക്ക് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭൂമിയിലെ ഒരു നിശ്ചിത കാലത്തെ ജീവിതത്തിന് ശേഷം ഞാൻ വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ എനിക്ക് യേശു ക്രിസ്തുവിൽ നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ ശരീരം ഉപേക്ഷിച്ചാലും ലോകത്തിൻ്റെ ക്രമത്തിൽ ഞാൻ മരിച്ചാലും
ഞാൻ ക്രിസ്തുവിനോടുകൂടെ നിത്യം വസിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ആയുസ്സോടെ ഞാൻ തീർന്നു പോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഉള്ള ഉറപ്പ്, ഈ ഉറപ്പ് കിട്ടണമെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് ഇത് കിട്ടുള്ളൂ. ദൈവവചനം എന്ന് പറയുന്നത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു പോരുകയാണ്. ആദിയിൽ ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്നതും ദൈവമായിരുന്നതും ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നതുമായ യേശുക്രിസ്തുവിൽ ആണ് വചനത്തിൻ്റെ ഉറപ്പിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിൽ ഈ കാര്യങ്ങളൊക്കെ, ഈ ഉള്ളുറപ്പിൽ ഈ കാര്യങ്ങൾ അകത്തെടുക്കുമ്പോൾ ഇതെല്ലാം വിശ്വാസത്താലാണ് നമ്മൾ കാണുന്നത്. ചില സമയത്തൊക്കെ അപൂർവമായൊക്കെ ദൈവം ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെങ്കിലും ശുശ്രൂഷ സമയങ്ങളിൽ ഈ ദൈവശക്തി ഇറങ്ങുമ്പോഴാണ് ഈ ഭൂതങ്ങൾ വിട്ടുമാറുന്നത്. അതിന് വരവും വിളിയുമുള്ള ആളുകൾ ആ ശുശ്രൂഷ ചെയ്യുമ്പോഴത് വിട്ടുമാറുന്നേ. ഈ വെളിച്ചത്തിൻ്റെ ശക്തിയിലെ ഇരുളിനെ ജയിക്കാൻ കഴിയൂ. ഈ ഇരുളിൻ്റെ കയ്യിൽ എല്ലാവിധ അന്ധകാര അശുദ്ധ ബന്ധനങ്ങളുമുണ്ട്. ഈ ആഭിചാരങ്ങളെല്ലാം നിൽക്കുന്നത് ഈ ഇരുട്ടിൻ്റെ സംവിധാനത്തിലാണ്. ഈ ഇരുട്ടിൻ്റെ അധിപന്മാരെ സേവിച്ചിട്ടാണ് ഈ ആഭിചാരങ്ങൾ, അന്ധകാര പ്രക്രിയകളെല്ലാം ചെയ്യുന്നത്. വെളിച്ചത്തിൻ്റെ മക്കളെന്ന് പറയുകയും വെളിച്ചത്തിനെക്കുറിച്ചും ഇരുളിനെക്കുറിച്ചും അറിയത്തില്ലാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇതെവിടുന്ന് പോരാട്ടം വരുന്നു, ഇതെവിടുന്ന് മത്സരം വരുന്നു എന്നറിയത്തില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് പറയട്ടെ, ഇതെല്ലാം ഉണ്ട്. എനിക്കിതിൻ്റെ എല്ലാം മേൽ ജയമെടുക്കാൻ എൻ്റെ ദൈവമുണ്ട്. ഇതിൻ്റെ എല്ലാം മേൽ ജയമെടുത്ത യേശുക്രിസ്തു ഉണ്ട്. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂതഗണങ്ങളെ, ദൂതന്മാരായിരുന്നവരെ അടിച്ച് ഭൂതഗണങ്ങളാക്കി ഭൂമിയിലേക്കോ അന്തരീക്ഷത്തിലേക്കോ തള്ളിക്കളഞ്ഞ അതിശക്തരായ ദൂതന്മാർ എൻ്റെ ദൈവത്തിൻ്റെ അടുത്തിന്നുകൊണ്ട് എനിക്കൊരാവശ്യം വന്നാൽ എൻ്റെ ദൈവം അവരെ അയച്ചു തരും. അവർ വരും. അവരോട് നേരെ നിൽക്കാൻ പോലും ഇവർക്ക് ശേഷിയില്ല. ഈ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് ശേഷിയില്ല. ഒന്ന് മനസ്സിലാക്കിക്കോ, മിക്ക ശാപങ്ങളുടെയും മിക്ക രോഗങ്ങളുടെയും മിക്ക ബന്ധനങ്ങളുടെയും കടബാധ്യതകളുടെയും എല്ലാം പുറകിൽ ഈ ഇരുട്ടിൻ്റെ ശക്തികൾ കളിക്കുന്നുണ്ട്. അവിടേക്ക് വെളിച്ചത്തിൻ്റെ ശക്തി വന്നിറങ്ങിയാൽ അത് വിടുതലായി മാറും. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളുടെ പുറകിലും ഈ ഇരുട്ടിൻ്റെ ശക്തിയുണ്ട്. അതിനെ ജയിക്കാൻ നമുക്ക് വെളിച്ചത്തിൻ്റെ ശക്തിയുണ്ട്. നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ എത്രത്തോളം നമ്മൾ ദൈവവുമായി ഒരു കണക്ഷൻ ആകുന്നോ അവിടെ നമ്മുടെ ജീവിതത്തിലെ ജയം തുടങ്ങും. ആയതിനാൽ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഏറ്റവും അവസാനം പ്രത്യാശ എന്താ? ഞാൻ എൻ്റെ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം 70 അല്ലെ 80 ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയത്ത് ഞാൻ ഇവിടുന്ന് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക്, എൻ്റെ കർത്താവ് നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ കടന്നു പോകുമെന്നുള്ള പ്രത്യാശ. വചനവ്യവസ്ഥയിൽ നിൽക്കേണ്ട പോലെ നിന്നാൽ ആ പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കില്ല. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്നും, ഏതൊക്കെ കാര്യങ്ങൾ വിശ്വസിക്കണമെന്നും ഒക്കെ, ഏതൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്കുള്ളിൽ ഉറപ്പ് വേണം എന്നുമൊക്കെ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് യേശുക്രിസ്തു അരുളി ചെയ്തതിൻ്റെ അർത്ഥം എന്താണെന്ന്, അങ്ങ് എൻ്റെ കൂടെ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ധൈര്യപ്പെടുത്തണമേ കേൾവിക്കാരെ ഓരോരുത്തരെയും. പ്രത്യേകിച്ച് കർത്താവേ, ഭയത്തിൻ്റെ വ്യാപാരമുള്ള ഭയം, ഇരുട്ടിനെ വരെ ഭയമുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ ശക്തിയോടെ വ്യാപരിക്കട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.